ആദരണീയ അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ജൂലൈ 5. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന മലയാളികളുടെ സ്വന്തം സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജനനം. കായ് അബ്ദുറഹ്മാൻ കുഞ്ഞാത്തുമ്മ ദമ്പതികളുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. ബഷീറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. വളരെ കുറച്ചു മാത്രമേ എഴുതിയുള്ളൂവെങ്കിലും മലയാളത്തിൽ സ്വന്തമായൊരു സാഹിത്യ ശാഖയുള്ള വ്യക്തിയാണ് ബഷീർ എന്നു പറയാം. മലയാളം അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി. നാടൻ ഭാഷാപ്രയോഗങ്ങളുമായി നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തു രീതിയാണ് ബഷീറിൻ്റെ രചനകളെ വ്യത്യസ്തമാക്കുന്നത്. ഭാഷാപ്രയോഗങ്ങൾ മാത്രമല്ല, അർത്ഥമില്ലാത്ത വാക്കുകളെ പോലും ഫലപ്രദമായി സമന്വയിപ്പിച്ച് ആസ്വാദനത്തിൻ്റെ പുതിയ ലോകം തന്നെ വായനക്കാർക്ക് ബഷീർ സമ്മാനിച്ചു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, മതിലുകൾ, ജന്മദിനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. താൻ ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ ചുറ്റുപാടുകളിൽ നിന്നാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ രൂപം കൊള്ളാറുള്ളത്. മനുഷ്യർ മാത്രമല്ല, ആട്, പട്ടി, പൂച്ച, കാക്ക തുടങ്ങിയ ജീവികളും ബഷീറിൻ്റെ കഥാപാത്രങ്ങളായിരുന്നു. മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ബഷീറിന് ലഭിച്ചു. 1982 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാളം. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.